Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. നമ്മൾ 1-2 ദിവസമായിട്ട് വീഡിയോ ചെയ്തിട്ട് പൊതുവെ ഞായറാഴ്ച തിങ്കളാഴ്ചയൊക്കെ വീഡിയോ ചെയ്യാറുള്ളതാണ്. നമുക്കറിയാം മാർക്കറ്റിൻ്റെ ഒരു കണ്ടീഷൻ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ല നല്ല സ്ട്രെങ്ത് ആയിട്ടുള്ള സ്റ്റോക്കുകളൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെറുതെ വീഡിയോ ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളധികം വീഡിയോ ചെയ്യാത്തത്. ചില സമയങ്ങളിൽ നമ്മൾ ജസ്റ്റ് വാച്ച് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്കുകളൊക്കെ ചില പേരൊക്കെ എൻട്രി എടുക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളൊരു വീക്ക് മാർക്കറ്റിൽ നമ്മളധികം സ്റ്റോക്കുകൾ സജസ്റ്റ് അല്ല, എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി നമ്മൾ ചെയ്യാത്തത്. അപ്പോൾ ഒന്നും വിചാരിക്കരുത്. അപ്പോൾ നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യും. മാർക്കറ്റ് ഒന്ന് സ്റ്റേബിൾ ആയതിനു ശേഷം നമ്മൾ കൂടുതൽ വീഡിയോസ് നമ്മൾ ചെയ്യുന്നതാണ്. കൂടുതൽ നമ്മൾ ഷോർട്സ് വീഡിയോസും അതിൻ്റെ കൂടെ നമ്മൾ ലോങ് വീഡിയോസും എല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് ചെയ്യുന്നതാണ്. മാർക്കറ്റ് വീക്കാകുമ്പോൾ നമുക്കറിയാം പൊതുവെ സ്റ്റോക്കുകളുടെ എണ്ണം വളരെ കുറവായിരിക്കും, പെർഫോം ചെയ്യുന്ന സെക്ടറും വളരെ കുറവായിരിക്കും. ഇപ്പോൾ നോക്കിയാൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരുവിധം നല്ലൊരു സ്ട്രെങ്ത് കാണിക്കുന്ന 2 സെക്ടർ എന്ന് പറഞ്ഞാൽ ഈ PSU ബാങ്കും അതുപോലെ മെറ്റൽ സെക്ടറുമാണ് ഇപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെങ്ത് കാണിക്കുന്ന 2 സെക്ടറുകൾ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഇപ്പോൾ ഇന്നത്തെ ദിവസമാണെങ്കിൽ നമുക്ക് നിഫ്റ്റി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്ത് ഒരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 9 ദിവസമാണ് ഇന്ന് നിഫ്റ്റി റെഡിൽ ക്ലോസ് ചെയ്ത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം 9 ദിവസം 9 അല്ലേ 2 4 6 8 യെസ് 9 ദിവസമാണ് നിഫ്റ്റി റെഡിൽ ക്ലോസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു മേജർ സപ്പോർട്ടാണ് 24,450 24,350 ആ ഒരു റേഞ്ച്. ഇനിയിപ്പോൾ അങ്ങോട്ട് വരുമോ എന്നറിയില്ല. പക്ഷെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ വീണ്ടും കണ്ടിന്യൂസ് ആയിട്ടുള്ള റെഡ് കാൻഡിൽസ് ആണ് കണ്ടിട്ട്. ഇപ്പോഴൊരു ബെയറിഷ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് തന്നെയാണ്. നമുക്കൊരു സ്ട്രെങ്ത് ഒന്നും ഇപ്പോൾ ഇതുവരെ കാണുന്നില്ല. ഇല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് റിവേഴ്സിൽ കാണേണ്ടതായിരുന്നു, പക്ഷേ ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും നമുക്ക് ഈ ഒരു റേഞ്ച് നല്ലൊരു സപ്പോർട്ട് റേഞ്ചാണ്. നമ്മളിവിടെ വരഞ്ഞു വെച്ച ആ റേഞ്ച് നല്ല സപ്പോർട്ടാണ്. അവിടുന്ന് ചിലപ്പോൾ താഴത്തോട്ട് വന്നൊന്ന് ടച്ച് ചെയ്തിട്ട് മേലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അതല്ല അതിന് താഴെ സസ്റ്റെയിൻ ചെയ്യുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24,500 താഴെ സസ്റ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ല മാർക്കറ്റിന്. കുറച്ച് നാൾ നമ്മുടെ മാർക്കറ്റ് ഒരു ബെയറിലോട്ട് പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 50 മൂവിങ് ആവറേജിൻ്റെ താഴെ ബ്രേക്ക് ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റ് കുറച്ച് ബെയറിഷ് ആണെന്നുള്ളത്. ഇപ്പോഴും അതേ റേഞ്ചിൽ തന്നെയാണ് ഇപ്പോൾ സസ്റ്റെയിൻ ചെയ്യുന്നത്, താഴെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ അതും അത്ര നല്ലതല്ല. നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. നമ്മുടെ ഈ ഒരു 50 മൂവ് ആവറേജിൻ്റെ മുകളിലെങ്കിലും ഒന്ന് ഈ ഇൻഡെക്സ് ഒന്ന് മൂവ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെങ്ത് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് സ്മോൾ ക്യാപ്പ് ഇന്നൊരു ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത്. പക്ഷെ നോക്കിയാലും നമുക്ക് അത്രയ്ക്കൊരു ഇതെന്താ പറയുക സ്ട്രെങ്ത് ഒന്നും കാണുന്നില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സപ്പോർട്ട് റേഞ്ച് ഏകദേശം അതിൻ്റെ അടുത്ത് തന്നെയാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു റേഞ്ച് നമുക്ക് ഇതിൻ്റെ ഒരു സപ്പോർട്ടാണ് ഒരു 17,870 അതുപോലെ 17,227 ആ ഒരു റേഞ്ച് സ്മോൾ ക്യാപ്പിൽ വരുന്ന സപ്പോർട്ടാണ്. ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ ഒരു സ്റ്റോക്ക് ഈ ക്യാൻഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ആ റേഞ്ചിലോട്ടൊന്ന് വന്നു, താഴത്തോട്ട് വന്നിട്ട് പിന്നെ ഒരു മേലോട്ട് തന്നെ പോയി ക്ലോസ് ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. ചെറിയൊരു എന്താ പറയുക ഗ്രീൻ ക്ലോസിംഗ് എന്ന് പറയാൻ പറ്റുള്ളൂ. പക്ഷേ എന്നാലും ഒരു ബെയറിഷ് ആയിട്ടുള്ള മാർക്കറ്റ് തന്നെയാണ്. സ്മോൾ ക്യാപ് സ്റ്റോക്കുകളൊക്കെ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമുക്കറിയാം നല്ലൊരു പോർട്ട്ഫോളിയോയിലൊക്കെ ഇപ്പോൾ നല്ല റെഡ് ആയിരിക്കും. നമുക്ക് എന്തായാലും ഇപ്പോൾ നമ്മൾ പറഞ്ഞു PSU ബാങ്ക് അതുപോലെ മെറ്റൽ സെക്ടറിൽ സ്റ്റോക്കുകളൊക്കെ സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഞാനൊരു സ്റ്റോക്ക് നമുക്ക് ജസ്റ്റ് നോക്കിയിട്ട് പോവാം. നമ്മൾ സ്റ്റോക്ക് വാച്ച് ചെയ്യുന്നൊക്കെ ഈ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ബൈസെൽ റെക്കമെൻഡേഷൻ അല്ല. ഞാൻ അതിൻ്റെ ചാർട്ടിലോട്ട് പോയിട്ടൊന്ന് കാണിച്ചു തരാം. നല്ലൊരു ബ്രേക്കൗട്ട് നടന്ന ഒരു സ്റ്റോക്കാണ്. ബ്രേക്കൗട്ട് ഞാൻ കാണിച്ചു തരാം കറക്റ്റായിട്ട്. ബാങ്ക് ഓഫ് ബറോഡയാണ് ഇന്നൊരു 1.2% അടുത്ത് ഒരു സ്റ്റോക്ക് മൂവ് ചെയ്തു. ഇപ്പോൾ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ബ്രേക്കൗട്ട് റേഞ്ചാണ്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ടുള്ള ഒരുപാട് നാളെന്ന് പറയാൻ പറ്റില്ല. ഏകദേശം ഒരു ഏപ്രിൽ തൊട്ടിട്ട് ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഒരു 5-6 മാസത്തെ ഒരു റേഞ്ച് ബ്രേക്കൗട്ടിന് അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോക്കാണ്. അപ്പോൾ ഈ ഒരു വീക്ക് മാർക്കറ്റിലും ഈ ഒരു സ്ട്രെങ്ത് ഈ ഒരു സ്റ്റോക്കിൽ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒന്ന് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് ഈ സ്റ്റോക്കിൻ്റെ ഒരു മൂവ്മെൻ്റ് ഒക്കെ നിങ്ങൾക്കൊന്ന് വാച്ച് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു 260 എബോവ് ഒക്കെ നമുക്കിതിലേക്ക് ഒരു എൻട്രി വേണമെങ്കിൽ കൺസിഡർ ചെയ്യാം. ഒരു പേപ്പർ ട്രേഡാണ് പറയുന്നത്. അങ്ങനെ ഒരു എൻട്രി വേണമെങ്കിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ സ്വിംഗ് ലോൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ഒരു 247 നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് വയ്ക്കാം. ആ സ്റ്റോപ്പ് ലോസ് നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ റെഡിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ റെഡിൽ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ടാർഗറ്റ് കുറച്ച് ഒരു ഏകദേശം ഒരു 1:1.5 എങ്കിൽ നമുക്ക് ടാർഗറ്റ് എടുക്കണം. ഏകദേശം 227 ഒക്കെ നമുക്ക് ടാർഗറ്റ് നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ നോക്കാവുന്നതാണ്. കുറച്ച് നാൾ ഹോൾഡ് ചെയ്യേണ്ടി വരും. പെട്ടെന്ന് തന്നെ നമുക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെന്നില്ല. ഇതിൻ്റെ ഒരു ഹൈ വരുന്നത് കാണാം. ഞാൻ പണ്ട് ഇതിൻ്റെ ഇതൊക്കെ എഴുതി വെച്ചതാണ്. ഒരു 290 അടുത്തൊക്കെ പോയൊരു സ്റ്റോക്കാണ്. ഇതിൻ്റെ നമുക്കൊരു ലോങ് ടൈം ആയിട്ടുള്ള ചാർട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു മന്ത്ലി ചാർട്ട് എടുക്കാം. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു സ്റ്റോക്കിൻ്റെ ഓൾ ടൈം ഹൈ ഒക്കെ നമുക്ക് ഏകദേശം സ്റ്റോക്ക് ഒരു 300 റേഞ്ച് വരെ പോയതാണ്. അപ്പോൾ നമുക്ക് മിക്കവാറും ഈ ഒരു സ്റ്റോക്ക് നമ്മൾ ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ
ട്രയൽ ചെയ്തിട്ട് വേണമെങ്കിൽ ആ റേഞ്ചിലോട്ടൊക്കെ നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ 277 ടാർഗറ്റും സ്റ്റോപ്പ് ലോസ് ആയിട്ടൊരു 247 സ്റ്റോപ്പ് ലോസും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വേണമെങ്കിൽ ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്ന ഒരു സ്റ്റോക്കാണ്. നമ്മൾ ഒരു സ്റ്റോക്കേ പറയുന്നുള്ളൂ. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ അവസ്ഥ നമുക്കറിയാം. വെറുതെ ഒരുപാട് എൻട്രികൾ എടുത്തിട്ട് ലോസ് വരുന്ന സിറ്റുവേഷനാണ് ഈ ഒരു സമയം. നമ്മൾ ഈ സമയത്ത് കൂടുതലായിട്ട് എൻട്രികൾ നമ്മൾ പറയാറില്ല. ഒരു പേപ്പർ ട്രേഡ് ചെയ്ത് പഠിക്കാനൊക്കെ വേണമെങ്കിൽ നമുക്ക് നോക്കാവുന്നതാണ്. കാരണം ഈ ഒരു വീക്ക് മാർക്കറ്റിലും സ്ട്രെങ്ത് കാണിക്കുന്ന കുറച്ച് സ്റ്റോക്കുകളാണ്. അപ്പോൾ മാർക്കറ്റ് ഒന്ന് റിവേഴ്സലാവുമ്പോൾ തന്നെ ഇങ്ങനത്തെ സ്റ്റോക്കുകളിലൊക്കെ പെട്ടെന്ന് നല്ലൊരു മൂവ്മെൻറ്റ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് നാളെ അറിയില്ല വീഡിയോസ് വരുമോ എന്ന്. കാരണം നല്ല മാർക്കറ്റൊക്കെയാണ്. നമുക്ക് നല്ല നല്ല സ്റ്റോക്കുകളൊക്കെ ഒരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ ഞാൻ നാളെ വീഡിയോ ഇട്ട് വരാം. അതല്ലെങ്കിൽ നമുക്ക് വീണ്ടും അടുത്തൊരു ദിവസം കാണാം. ഓക്കെ ഫ്രണ്ട്സ്, താങ്ക് യു.